told you long ago on the road, I got what they waiting for. Run from the dog, get yourself, tell them man, lay low. ഹലോ ഗൈസ്, ജിപ്സി ഗെയിമിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, എൻ്റെ പുതിയ പി സിക്ക് ആയിട്ടുള്ള കീബോർഡും മൗസും ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത്ര തന്നെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോസെയറിൻ്റെ K55 RGB Pro എന്ന് പറഞ്ഞിട്ടുള്ള കീബോർഡും. ഇത് മെക്കാനിക്കലല്ല, ഇത് മെംബ്രെയിൻ കീബോർഡാണ്. കാണിച്ചാൽ മെക്കാനിക്കലായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത്, പക്ഷേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കറിയാമല്ലോ മെക്കാനിക്കൽ കീബോർഡ്സിൻ്റെ കീക്ക് നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ സ്ട്രീമിങ് റെക്കോർഡിങ് ഒക്കെ ആകുമ്പോൾ അതൊരു സൗണ്ട് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള അസ്യൂസിൻ്റെ ടഫ് ടഫ് സീരീസ് വരുന്ന M3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമിംഗ് മൗസാണ്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അൺബോക്സിംഗ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഓബ്വിയസ്ലി കീബോർഡ്, പിന്നെ യൂസർ മാനുവൽ ഒരാവശ്യമില്ല. പിന്നെ ഈ ബോക്സിനകത്ത് വന്നിട്ട് ഓക്കെ നമ്മുടെ റെസ്റ്റ് സപ്പോർട്ട്, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കീബോർഡ്സിലെല്ലാം റിസ്റ്റ് സപ്പോർട്ട് വരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഗെയിമിംഗ് ചെയ്യുന്നവരാണെങ്കിലും സ്ട്രീം ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെ നമ്മുടെ റിസ്റ്റിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഏതൊരു ആംഗിളിലാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓബ്വിയസ്ലി നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു പോർഷനിൽ പെയിൻ, ഈ പോർഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ഇതിങ്ങനെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മെക്കാനിസം ഒന്നുമില്ല. അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കണക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മെക്കാനിക്കൽ കീബോർഡല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് അതിൻ്റേതായ സൗണ്ട്സ് ഒന്നുമില്ല. നോർമൽ കീബോർഡിൻ്റെ സൗണ്ട്സേ ഉള്ളൂ. പിന്നെ ഇതിന് ഇതിൻ്റേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം എൽഗാറ്റോ അതിനൊക്കെയുള്ള ഒരു സ്ട്രീം ടെക്ക് പോലെ ഒരു 6 കീസ് അഡീഷണൽ ഉണ്ട്. അതിപ്പോൾ നമുക്ക് സ്ട്രീമിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ G1 G2 G3 G4 G5 G6 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ RGB കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ട്. പിന്നെ ലോക്ക് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ട്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും മ്യൂട്ട് ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ട്. പിന്നെ പ്ലേ, പോസ്, ഫോർവേഡ്, അങ്ങനെ ആ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു നോർമൽ കീബോർഡിനേക്കാളും കുറച്ച് കീസ് ഇതിൽ അധികമുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ അസ്യൂസിൻ്റെ മൗസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ അസ്യൂസിൻ്റെ ടഫ് സീരീസിൻ്റെ ഒരു ഫാനാണ്. കാരണം വെച്ചാൽ എൻ്റെ ഈ പി സി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ലാപ്ടോപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് വന്നിട്ട് അസ്യൂസിൻ്റെ ടഫ് സീരീസ് ആയിരുന്നു. അപ്പോൾ ഞാനത് ആക്ച്വലി ഒരു 1 ഇയർ പോലും യൂസ് ചെയ്തിട്ടില്ല. ഒരു കംപ്ലയിൻസും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പായിരുന്നു. പിന്നെ സീനെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഗെയിമിംഗ് പി സിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം വെച്ചാൽ ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പം ഗെയിമിംഗ് പി സി എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ GPUs, റാമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് കാലത്തിനനുസരിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാറ്റി വേറെ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ബോക്സ് ഇതാണ്.
നമുക്ക് ഇവിടെ വേണ്ട. ബൈ ദ വേ ഞാൻ പറയാൻ വിട്ടുപോയി, ഈ കീബോർഡിലും മൗസിലും നമുക്ക് RGB സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ PC-യിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അത് നമുക്ക് അതുവഴി CPU-യും കീബോർഡും മൗസും നമുക്ക് സിങ്ക് ചെയ്യാമെന്നുള്ളൂ അതിൻ്റെ RGB. പിന്നെ ഇതിൻ്റെ ഇത് വാറണ്ടി കാർഡും ഇത് യൂസർ മാനുവലുമാണ്. ഇതും വേണ്ട, പോട്ടെ. നല്ല പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ, ലൈക്ക് സീരിയസ്ലി കീബോർഡാണെങ്കിലും മൗസ് ആണെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, Asus Tuf M3 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് മൗസ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കിതിൻ്റെ ഫീൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കണ്ടോ, എനിക്ക് ആക്ച്വലി 3 ഫിംഗേഴ്സ് ആക്ച്വലി ഇതിൻ്റെ പുറത്ത് വയ്ക്കാൻ പറ്റും. ചിലപ്പോൾ റേസറിൻ്റെയൊക്കെ ഡെത്ത് ബ്രിങ്ങർ അങ്ങനെയൊക്കെ മൗസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ആക്ച്വലി ഇങ്ങനെ നിൽക്കത്തുള്ളൂ, 3ാമത്തെ ഫിംഗർ ഇങ്ങനെ താഴെ ആയിരിക്കും. പിന്നെ ചില മൗസുകളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നത്. അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മൗസ് എടുക്കുമ്പോൾ ഓൾവേസ് നമ്മൾ കൈ വച്ച് നോക്കി യൂസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ Asusൻ്റെ Tuf M3 വന്നിട്ട് 1 2 3 4 5 6 7 ബട്ടൺസാണ് വരുന്നത്. ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, സ്ക്രോള്. പിന്നെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇതൊക്കെ ഗെയിമിങ്ങിനാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫയറിംഗ് ബട്ടൺസും ഇതൊക്കെ ആയിട്ട് കൊടുക്കാം, അത് നമ്മളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഒരു USB 3.0 ആണ് വരുന്നത് ഇതിൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ കീബോർഡിനാണെങ്കിലും USB ആണ് വരുന്നത് 3.0. ഓവറോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് ഈ മൗസിന്, നല്ല റെസ്പോൺസും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ PC ബിൽഡ് ചെയ്യാൻ പോയപ്പോൾ ആ ഷോപ്പിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി Asusൻ്റെയൊക്കെ മൗസ്. അപ്പോൾ ഞാൻ ഇതെല്ലാം യൂസ്, പക്ഷേ ഈ കീബോർഡ് ഞാൻ സ്വന്തം ഐഡിയയിൽ പോയി എടുത്തതാണ്. സോ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഇനി കുറച്ച് ഇതിൻ്റെയൊക്കെ ഈ രണ്ടിൻ്റെയും സിനിമാറ്റിക് ഷോട്ട്സ് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. Everyone in the village is speaking about the monster. Cause I'm a mother.